നമസ്കാരം. കഫ് സിറപ്പ് ഉപയോഗിക്കുന്നതിൽ നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് കേരളം. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മരുന്ന് നൽകരുത് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ഡോക്ടറുടെ പഴയ കുറിപ്പടി ഉപയോഗിച്ചും കുട്ടികൾക്ക് മരുന്ന് നൽകാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട്. പൊടുന്നനെ ഉണ്ടായ ഈ പരിഷ്കരണങ്ങൾക്കൊക്കെ പിന്നിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീശേഷ ഫാർമ എന്ന കമ്പനിയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കോൾഡ്രിഫ് എന്ന ഒരു കഫ് സിറപ്പുമാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി കഫ് സിറപ്പ് കഴിച്ച 18 കുട്ടികൾ മരിച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലുള്ള 14 കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ നാഗ്പൂരിലുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. കൂടുതൽ മരുന്നുകളിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്താൻ 6 സംസ്ഥാനങ്ങളിലായി 19 നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ കേന്ദ്രം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അസ്വാഭാവികമായ മരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനും ഒരു അത്യാഹിത സാഹചര്യം ഏതെങ്കിലും സംസ്ഥാനത്ത് ഉടലെടുക്കുകയാണെങ്കിൽ അത് നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം എന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ രാജസ്ഥാനിൽ 4 കുട്ടികൾ മരിച്ചത് കഫ് സിറപ്പ് മൂലമല്ല എന്ന് സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഈ വിവരം കൈമാറിയിരിക്കുന്നത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾ കോൾഡ്രിഫ് എന്നുള്ള ഈ കഫ് സിറപ്പ് നിരോധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും കർണാടകയും ഒക്കെ മരുന്ന് നിരോധിച്ചിരിക്കുന്നത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഒരു അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രേഷാൻ എന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നുള്ള തീരുമാനം കൂടി എടുക്കുന്നത്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ പരിശോധനയിൽ കമ്പനി ഉൽപ്പാദിപ്പിച്ച ഈ കോൾഡ്രിഫ് എന്നുള്ള കഫ് സിറപ്പിൽ അതിൽ അനുവദനീയമായതിൽ കൂടുതൽ ഡെത്തിലിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. സ്ഥാപനത്തിനെതിരെ ക്രിമിനൽ നടപടി എടുക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്രം നൽകിയിട്ടുണ്ട്. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ചുമയ്ക്കും അല്ലെങ്കിൽ ജലദോഷത്തിനുമൊക്കെയായി ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന ഒരു മരുന്നാണിത്. എന്നാൽ മരുന്ന് കഴിച്ച ഉടൻ തന്നെ കുട്ടികളുടെ വൃക്കകൾ അത് തകരാറിലാവുകയായിരുന്നു. അതേ തുടർന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നിന്റെ ഉപയോഗം സംബന്ധിച്ച് അടിയന്തരമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഇന്നലെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 3 അംഗ വിദഗ്ധ സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഡ്രഗ്സ് കൺട്രോളർ, അതിനോടൊപ്പം ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരടങ്ങിയ 3 അംഗ സമിതിയായിരിക്കും വിശദമായ ഈ അന്വേഷണം നടത്തുക. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പ്രത്യേകമായ ഒരു മാർഗരേഖ സംസ്ഥാനത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായ ഒരു പരിശോധന നടന്നിരുന്നു. അതിൽ ഈ കോൾഡ്രിഫിന്റെ 170 ബോട്ടിലുകൾ കണ്ടെടുത്തിരുന്നു. അതിൽ 52 സാമ്പിളുകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. അനുവദനീയമായതിലും കൂടുതൽ ഡൈത്തിലിൻ ഗ്ലൈക്കോൾ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. കൂടുതൽ സാമ്പിളുകൾ വരും ദിവസങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തുകയും ചെയ്യും. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും കഫ് സിറപ്പ് നൽകരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഡ്രഗ് കൺട്രോളർ നൽകുന്നത്. അത് സംസ്ഥാനത്തൊട്ടാകെയുള്ള മെഡിക്കൽ സ്റ്റോറുകളിലേക്കും അതിനോടൊപ്പം തന്നെ ഫാർമസിസ്റ്റുകൾക്കും ഒക്കെ ഒരു സർക്കുലർ വഴി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മരുന്ന് കുറിപ്പടി ഇല്ലാതെ ഒരു കാരണവശാലും കഫ് സിറപ്പ് നൽകരുത് എന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നിഷ്കർഷിക്കുന്നത്. അതേസമയം ഈ കോൾഡ്രിഫ് ബ്രാൻഡിന്റെ കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കി എന്ന് സംശയിക്കപ്പെടുന്ന SR13 എന്നുള്ള ബാച്ച് അത് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല എന്നാണ് പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇനി മുതൽ കുറിപ്പടിയില്ലാതെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ പോലും ഒരു കാരണവശാലും കഫ് സിറപ്പുകൾ നൽകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകിയിട്ടുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഈ പറഞ്ഞ കഫ് സിറപ്പുകൾ നൽകാൻ പാടില്ല. അത് മാത്രമല്ല, ഗുണനിലവാരമുള്ള GMP സർട്ടിഫൈഡ് മരുന്നുകൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുകൂടി സംസ്ഥാനത്തെ ഡ്രഗ്സ് കൺട്രോളറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. കുട്ടികളുടെ തൂക്കം, അതിനോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധ ശേഷി, ഇതൊക്കെ വിശദമായി പഠിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടർമാർ
ഓരോ കുഞ്ഞുങ്ങൾക്കും അനുയോജ്യമായ മരുന്നുകൾ നിഷ്കർഷിക്കുന്നത്. ഒരേ പ്രായത്തിലുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഒരേ രോഗമാണ് എന്ന് കരുതി നമുക്കൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് മരുന്ന് വാങ്ങി നൽകാൻ പാടില്ല. എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഉടൻ അവസാനിപ്പിക്കേണ്ട സമയം കൂടിയാണിത്. താങ്ക് യു.